ടെക്സ്റ്റൈൽസ് ഉടമയെയും മാനേജരായ യുവതിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം ജില്ലയിലെ ആയൂരിലാണ് സംഭവം. ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമ കോഴിക്കോട് സ്വദേശി അലി, കടയിലെ മാനേജരായ പള്ളിക്കൽ സ്വദേശി ദിവ്യ എന്നിവരാണ് മരിച്ചത്. കട തുറക്കാൻ ഇന്നലെ രാവിലെ മറ്റ് ജീവനക്കാർ എത്തിയപ്പോഴാണ് മരണമറിയുന്നത്. മരണകാരണം വ്യക്തമല്ല. യുവതിയെ പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സ്വകാര്യ ബസ് ജീവനക്കാരൻ പിടിയിൽ. കോഴിക്കോട് മാറാട് അരക്കിണർ സ്വദേശിയായ ആലപ്പാട്ട് വീട്ടിൽ ശബരിനാഥിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം സ്വദേശിനിയായ യുവതിയാണ് പീഡനത്തിന് ഇരയായത്. കഴിഞ്ഞ ഏപ്രിൽ 3-ന് യുവതിയുമൊത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള ലോഡ്ജിലെത്തിയ ഇയാൾ നിർബന്ധിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു. യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വീണ്ടും യുവതിയെ സമാന രീതിയിൽ പീഡിപ്പിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. മരുമകളുമായി പ്രണയത്തിലായ അച്ഛൻ ഇളയ മകനെ കുത്തിക്കൊന്നു. ആഗ്രയിൽ ഹോളി ദിനത്തിൽ പുഷ്പേന്ദ്ര ചൌഹാൻ എന്ന 26-കാരൻ സ്വന്തം വീട്ടിൽ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. പുഷ്പേന്ദ്രയെ കൊലപ്പെടുത്തിയത് സ്വന്തം പിതാവാണെന്ന് പോലീസ് കണ്ടെത്തി. കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ മൃതദേഹത്തിൽ വെടിയുണ്ട വെച്ചതായും അന്വേഷണത്തിൽ തെളിഞ്ഞു. നെഞ്ചിൽ വെടിവെച്ച് ആത്മഹത്യ ചെയ്തതായാണ് പിതാവ് ചരൺ സിംഗ് പോലീസിനെ അറിയിച്ചത്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ കത്തി ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. മധുരയിൽ താമസിച്ചിരുന്ന പുഷ്പേന്ദ്ര ഹോളി ദിനത്തിൽ മരുമകളെ കൂടെ കൊണ്ടുവരാത്തതിനെ ചൊല്ലി അച്ഛനും മകനും തമ്മിലുണ്ടായ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കോട്ടയം വെള്ളൂരിൽ യുവ ഡോക്ടറെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ജൂബിലിനെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മരണകാരണം വ്യക്തമല്ല. ദമ്പതികളെ തീകൊളുത്തി കൊല്ലാൻ ശ്രമിച്ച ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു. ഗുരുതരമായി പൊള്ളലേറ്റ ദമ്പതികൾ ആശുപത്രിയിൽ. വടുതലയിലാണ് സംഭവം. പച്ചാള സ്വദേശി വില്യം എന്ന യുവാവാണ് മരിച്ചത്. അതിഗുരുതരമായി പൊള്ളലേറ്റ ദമ്പതികൾ ആശുപത്രിയിലാണ്. വടുതല ലൂർദ് ആശുപത്രിക്ക് പിന്നിൽ താമസിക്കുന്ന കുടുംബങ്ങളാണിവർ. ഇവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന വില്യം വീട്ടിലേക്കെത്തി പെട്ടെന്ന് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. തീ ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് വില്യമിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.